ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ലൗഡ് സ്പീക്കർ. അറിവിന്റെ ആഘോഷം. ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു ലൗഡ് സ്പീക്കർ വിത്ത് RJ ഏലിക്കുട്ടി. നമ്മളുടെ ജീവിതത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. ശുദ്ധമായിട്ടുള്ള ഓക്സിജൻ നമ്മൾ ശ്വസിച്ചെങ്കിൽ മാത്രമാണ് ഒരു ഹെൽത്തി ഫിറ്റ് പേഴ്സൺ ആയിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ലങ്സിന്റെ ഹെൽത്തും വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഇതൊക്കെ എന്തിനാണ് ഞാൻ ഇന്ന് പറയുന്നത് എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് സെപ്റ്റംബർ 25 വേൾഡ് ലങ്സ് ഡേ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു ദിവസമാണ്. ഈ ഒരു വർഷത്തെ ഈ ഒരു ദിവസത്തിന്റെ തീം എന്ന് പറയുന്നത് ഹെൽത്തി ലങ്സ് ഹെൽത്തി ലൈഫ് എന്നതാണ് കേട്ടോ. ആരോഗ്യകരമായിട്ടുള്ള ശ്വാസകോശങ്ങൾ ആരോഗ്യകരമായ ജീവിതത്തിന്റെ അടിസ്ഥാനം തന്നെയാണ് എന്ന് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. സോ ഇന്നത്തെ ഈ ഒരു ദിവസം ശ്വാസകോശ ആരോഗ്യത്തെക്കുറിച്ചും നല്ല ജീവിതത്തിനായിട്ട് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചും ഒക്കെ സംസാരിക്കാനായിട്ട് നമ്മുടെ കൂടെ ചെങ്ങമനാട് റാഫാരോമ ഹോസ്പിറ്റലിലെ ഡോക്ടർ സൗമ്യ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹായ് ഡോക്ടർ ആൻഡ് വൺസ് അഗെയിൻ വെൽക്കം ടു ലൗഡ് സ്പീക്കർ. താങ്ക് യു. അപ്പൊ ഡോക്ടർ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വർഷത്തെ വേൾഡ് ലങ്സ് ഡേയുടെ തീം എന്ന് പറയുന്നത് ഹെൽത്തി ലങ്സ് ഹെൽത്തി ലൈഫ് എന്നുള്ളതാണ് എന്നുള്ളത്. വളരെ ലളിതമായിട്ട് പറയുകയാണ് എങ്കിൽ ശ്വാസകോശ ആരോഗ്യവും നമ്മുടെ ജീവിതാരോഗ്യവും തമ്മിലുള്ള ബന്ധം എന്താണ്, എത്രത്തോളം അത് ഇമ്പോർട്ടന്റ് ആണ്? തീർച്ചയായും ശ്വാസകോശം വളരെ പ്രധാനം തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഏകദേശം ഒരു ശരീരത്തിന് ഒരു എഞ്ചിൻ പോലെയാണ് ശ്വാസകോശം പ്രവർത്തിക്കുന്നത്. നമുക്ക് എല്ലാ അവയവങ്ങളും പ്രവർത്തിക്കണമെങ്കിൽ ഓക്സിജൻ വേണം. ഓക്സിജനാണ് ഓരോ പ്രവൃത്തിക്കും ഉള്ള ഊർജം തരുന്നത്. അപ്പൊ ശ്വാസകോശം ഹെൽത്തി ആയിട്ട് ഇരുന്നാൽ മാത്രമേ ഹാർട്ടിനും ബ്രെയിനിനും മസിലുകൾക്കും എല്ലാ ഓർഗനുകൾക്കും പ്രവർത്തിക്കാനുള്ള മതിയായ അളവിൽ ഓക്സിജൻ കിട്ടുകയുള്ളൂ. അതിനാൽ തന്നെ ശരിയായ രീതിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ശ്വാസകോശം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഓവറോൾ നന്നായിട്ട് വർക്ക് ചെയ്യും. ഡോക്ടർ, ഈ ലങ്സിന്റെ ആരോഗ്യത്തെ പറ്റി പറയുമ്പോഴത്തേക്കും വളരെ പണ്ട് മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് പുകവലി ഒഴിവാക്കുക എന്നൊരു കാര്യം. അതിലേക്ക് മാത്രമാണ് ആളുകൾ മെയിൻ ആയിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാറുള്ളത്. പക്ഷെ അതിനപ്പുറം ശ്വാസകോശ ആരോഗ്യത്തെ ബാധിക്കുന്ന ദിനചര്യയിലെ പ്രധാന ശീലങ്ങൾ എന്തൊക്കെയാണ്? സ്മോക്കിംഗ് ഒരു പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നം തന്നെയാണ്. സ്മോക്കിംഗ് മാത്രമല്ല, ഇപ്പോൾ ഇൻഡോർ എയർ പൊല്യൂഷൻ, ഔട്ട്ഡോർ എയർ പൊല്യൂഷൻ, അത് പൊല്യൂഷൻ മാത്രമെന്ന് വെച്ചാൽ അതുമല്ല, നമ്മൾ ശ്വസിക്കുന്ന എയറിൽ വരുന്ന എല്ലാ കാര്യങ്ങളും, അത് നമ്മൾ പെരുമാറുന്ന സ്ഥലത്തുള്ള പൊടി, പുക, അതേപോലെ യൂസ് ചെയ്യുന്ന കെമിക്കൽസ്, ക്ലീൻ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന കെമിക്കൽസ്, അങ്ങനെ അതെല്ലാം നമ്മുടെ ശ്വാസനാളിയിൽ കൂടെ കടന്നു പോകുന്ന എല്ലാം, അതേപോലെ പലതരം രോഗാണുക്കൾ, മറ്റുള്ളവരുള്ള ചുമ, അതിൽ വഴി പകരുന്ന രോഗാണുക്കൾ, ഇതെല്ലാം ശ്വാസകോശത്തെ ബാധിക്കും. സ്മോക്കിംഗ് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ശ്വാസകോശത്തിന് നമ്മൾ ചെയ്യേണ്ടത് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ജീവിതചര്യ, നല്ല ആഹാരം, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ലീഫി വെജിറ്റബിൾസ് കഴിക്കുക, നട്ട്സ് കഴിക്കുക, omega-3 ഫാറ്റി ആസിഡ്സ്, ഇതെല്ലാം ഓവറോൾ ബോഡിയുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കും. ശ്വാസകോശത്തിലും അതേപോലെ മറ്റ് പല ഓർഗനിലുമുള്ള ഇൻഫ്ലമേഷൻസിനെ കുറയ്ക്കാനായിട്ട് ഈ ഫുഡ് ഐറ്റംസ് സഹായിക്കും. അതേപോലെ ഹെൽത്തി ആയിട്ടുള്ള എക്സസൈസുകൾ, ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിൽ ഒന്നാണ് എക്സസൈസുകൾ. അപ്പൊ ഡീപ് ബ്രീത്തിങ് എക്സസൈസുകൾ, ഡെയിലിയുള്ള യോഗ നടത്തം, എന്തെങ്കിലും ഒരു തരം വ്യായാമം, അത് തീർച്ചയായും അനിവാര്യമാണ്. ഓക്കെ, അപ്പൊ അതിനെപ്പറ്റി തന്നെയായിരുന്നു ഞാൻ ചോദിക്കാനായിട്ട് പോകുന്നത്. നമ്മളുടെ ഓവറോൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ് ഡെയിലി എക്സസൈസ് ചെയ്യുക, യോഗ ചെയ്യുക. അതിന്റെ കൂടെ നമ്മുടെ ലങ് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഈ ചെറിയ സിമ്പിൾ ബ്രീത്തിങ് ടെക്നിക്കുകളൊക്കെ. അപ്പൊ എത്രത്തോളം ഇത് നമ്മളുടെ ആ ഒരു ലങ്സിന്റെ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇമ്പാക്ട് കൊടുക്കുന്നുണ്ട് ഈ സിമ്പിൾ ബ്രീത്തിങ് ടെക്നിക്കുകളൊക്കെ, അല്ലെങ്കിൽ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ബ്രീത്തിങ് ടെക്നിക്കുകൾ ഏതൊക്കെയാണ്? ശ്വാസകോശത്തിന്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞ പോലെ സ്പോഞ്ചാണ്. അപ്പോൾ അത് സ്പോഞ്ച് മാത്രമല്ല, ഒരു ബലൂൺ പോലെയാണ്. അപ്പൊ മാക്സിമം നമ്മൾ ഇൻഹേൽ ചെയ്യുമ്പോഴത്തേക്കും അത്രയും ഒരു ലങ് കപ്പാസിറ്റി കൂടുവാണ്. ഇപ്പൊ നമ്മൾ ഒരു ദിവസം ഈ പ്രാണായാമ അല്ലെങ്കിൽ ഡീപ് ബ്രീത്തിങ് എക്സസൈസ് പോലുള്ള വ്യായാമങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ടെടുത്താൽ ശ്വാസത്തിന്റെ പ്രത്യേകിച്ച് താഴ്ഭാഗങ്ങൾ എപ്പോഴും അടഞ്ഞിരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. ഡീപ് ബ്രീത്ത് ചെയ്യുന്നതിലൂടെ എല്ലാ ഭാഗങ്ങളും ഓപ്പൺ അപ്പ് ചെയ്ത് കൂടുതൽ ഓക്സിജൻ ശരീരത്തിലേക്ക് എത്തുന്നു. ഇതൊരു ഡെയിലി ബേസിസിൽ ചെയ്താൽ തന്നെ അത്രയും നല്ല ഓക്സിജനും എയറും നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. മാത്രമല്ല, നമ്മൾ ചെസ്റ്റ് എക്സസൈസ് ചെയ്യുന്നു, അപ്പർ ബോഡി, ലോവർ ബോഡി ചെയ്യുന്ന പോലെ അപ്പർ ബോഡി എക്സസൈസുകളും വളരെ പ്രധാനമാണ്. അപ്പോൾ ചെസ്റ്റ് മസിൽസ് സ്ട്രെങ്തൻ ചെയ്താൽ, ഇപ്പം ചെറിയ ചെറിയ ശ്വാസകോശ പ്രശ്നമുള്ളവർക്ക് പോലും, പ്രത്യേകിച്ച് നമ്മൾ COPD ഉള്ള പേഷ്യൻസിനോട് പറയുന്നത് ഒരു കാര്യമാണ് ചെസ്റ്റ് മസിൽസിനും അപ്പർ ബോഡി മസിൽസിനെയും വളരെയധികം പ്രവർത്തനക്ഷമമാക്കുക എന്നുള്ളത്. നന്നായിട്ട് ശ്വാസകോശത്തിന്റെ എക്സ്പാൻഷൻ അതിൽ സഹായിക്കും. ഡീപ് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ഒരു 5 മിനിറ്റ് ചെയ്യുന്നതിൽ കൂടെ തന്നെ വളരെയധികം ഇംപ്രൂവ്മെന്റ് നമുക്ക് ഉണ്ടാവും. ഡോക്ടർ, നമ്മൾ പണ്ട് തൊട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് നല്ലൊരു ഫുഡ് ഹാബിറ്റ് നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ളത്. നന്നായി ഭക്ഷണം കഴിക്കണം, പ്രത്യേകമായിട്ടും
സമീകൃതമായിട്ടുള്ള ആഹാരമൊക്കെ നമ്മൾ കഴിക്കണമെന്ന് കേൾക്കുന്ന ഒരു കാര്യമാണ്. ഒപ്പം തന്നെ അതിന്റെ കൂടെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് സ്റ്റേ ഹൈഡ്രേറ്റഡ് എന്നുള്ളത്. അപ്പോൾ എത്രത്തോളം നല്ല ഭക്ഷണക്രമവും അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്ന ശീലവും ഒക്കെ നമ്മുടെ ശ്വാസകോശ ആരോഗ്യത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഹൈഡ്രേഷന് വളരെയധികം വലിയൊരു പങ്കുണ്ട്. നമ്മുടെ ശ്വാസനാളികളിലാണ് നമുക്ക് കഫം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കഫത്തിന്റെ ജോലി എന്ന് വെച്ചാൽ ഈ ഉള്ളിലേക്ക് വരുന്ന പദാർത്ഥങ്ങൾ, അതായത് ഈ പൊടി പടലങ്ങള്, ഓരോ ബാക്ടീരിയ, അതിനെല്ലാം ട്രാപ്പ് ചെയ്ത് ശരീരത്തിൽ നിന്ന് പുറന്തള്ളുക എന്നുള്ളതാണ്. ഒന്നെങ്കിലും നമ്മളത് സ്പിറ്റ് ഔട്ട് ചെയ്യുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വായിലേക്ക് വിഴുങ്ങി അത് ബോഡിയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നു. നമ്മൾ എത്ര ഡീഹൈഡ്രേറ്റഡ് ആവുന്നോ അത്രത്തോളം നമ്മുടെ മ്യൂക്കസിന് കട്ടി കൂടും. കട്ടി കൂടുന്നതനുസരിച്ച് അത് കഫ് ഔട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, വളരെ ബുദ്ധിമുട്ടാവും. ശ്വാസനാളികളിൽ ഈ കഫം അടിഞ്ഞ് അവിടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാനും റിസ്ക് ഉണ്ട്. അപ്പൊ പ്രത്യേകിച്ച് ശ്വാസകോശ രോഗമുള്ളവർ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കാൻ, ഉള്ളവരും ഇല്ലാത്തവരും എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കാൻ തീർച്ചയായും ശ്രദ്ധിക്കണം. ഡോക്ടർ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആകെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലേ. നമ്മള് ഭയങ്കര മോഡേണൈസ്ഡ് ആയിട്ടാണ് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാര്യങ്ങളൊക്കെ ഇടിപിടിന്ന് നടക്കാനായിട്ട് ഒരുപാട് ടെക്നോളജീനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ. അങ്ങനെ നോക്കുമ്പോൾ ഈ ടെക്നോളജീനെ ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് എൻവയോൺമെന്റിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. സ്പെഷ്യലി നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എയർ ഒക്കെ ഭയങ്കരമായിട്ടും പൊല്യൂട്ടഡ് ആവുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ മാത്രമല്ല, മറ്റു പല കാരണങ്ങളും എയർ പൊല്യൂട്ടഡ് ആവാനായിട്ടുള്ള കാരണങ്ങളാവുന്നുണ്ട്. അപ്പോൾ വരും കാലങ്ങളിലാണെങ്കിൽ പോലും ഈ ഒരു എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു ഗ്രോയിങ് കൺസേൺ ആണ് അല്ലെ. അപ്പോൾ ദീർഘകാലത്തിലേക്ക് ഇത്തരത്തിലുള്ള ഒരു വായു മലിനീകരണം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ശ്വാസകോശങ്ങളെ അത് എത്രത്തോളം ബാധിക്കാനായിട്ടുള്ള ചാൻസുകൾ ഉണ്ട്? ഇപ്പം പൊല്യൂട്ടഡ് എയർ എന്ന് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഫാക്ടറിയിൽ നിന്ന് വരുന്ന എയർ, വാഹനങ്ങളുടെ എക്സോസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും സമയമെടുക്കും. അത് ലോങ് ടേം എക്സ്പോഷർ കൊണ്ടാണ് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. പക്ഷേ ഇറിറ്റൻസ് എന്ന് പറഞ്ഞ വേറൊരു കാറ്റഗറി ഉണ്ട്. അതായത് സ്പ്രേ, പെയിന്റ്, വീട്ടിൽ പെയിന്റ് അടിക്കുക, അങ്ങനെയുള്ള അതിൽ അങ്ങനെ ഒരു പൊല്യൂട്ടൻസ് വരുന്നത് കുറച്ചുകൂടി ഇറിറ്റേറ്റിംഗ് ആണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകും. അത് ശ്വസിക്കുന്നതിലൂടെ ഭയങ്കരമായ ചുമ, ശ്വാസം മുട്ട്, അത് ഇമ്മീഡിയറ്റ് റിസൾട്ടാണ്. എയർ പൊല്യൂഷൻ സച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ലോങ് ടേം പ്രോസസ്സാണ്. വർഷങ്ങളോളം അത് തട്ടി ആയിരിക്കും നമുക്ക് ഒരു 3-4 വർഷം കഴിയുമ്പോഴായിരിക്കും അതിന്റെ ഇമ്പാക്ട് പുറത്തു വരുന്നത്. ജനറലി നമ്മൾ കാണുന്ന എയർ പൊല്യൂഷനെ പറ്റിയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ വീട്ടിലുള്ള വായുവിന്റെ ഗുണമേന്മയെ പറ്റിയും നമ്മൾ സംസാരിക്കാറുണ്ട്. മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന അല്ലെങ്കിൽ ലെസ് കൺസേൺ ആവുന്ന ഒരു കാര്യവും കൂടിയാണ് നമ്മുടെ ഇൻഡോർ എയർ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ കുടുംബങ്ങളിലെ ആരോഗ്യകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉറപ്പാക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? വീടുകളിൽ, അതായത് ഇൻഡോർ എയർ പൊല്യൂഷൻ ഔട്ട്ഡോർ പോലെ ഈക്വൽ ആണ്, ഈക്വൽ പ്രോബ്ലം ഉണ്ട്. പക്ഷെ പലരും അത് തിരിച്ചറിയുന്നില്ല. ഇപ്പൊ നമ്മൾ ബെഡ്റൂമിൽ തന്നെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അടിഞ്ഞു കിടക്കുന്ന പൊടി, ഡസ്റ്റ് മൈറ്റ്സ്, പൊടികളിലുള്ള ചെറിയ സൂക്ഷ്മാണു, അലർജി ഉള്ളവർക്ക് വളരെയധികം പ്രശ്നം ഈ പൊടിയേക്കാളും ഈ ഡസ്റ്റ് മൈറ്റ്സ് ആണ്. അതേപോലെ തന്നെ ഇപ്പൊ ബാത്റൂം ആണെങ്കിൽ നല്ല ഈർപ്പം നിറഞ്ഞ ഭിത്തിയാണെന്നുണ്ടെങ്കിൽ അതിൽ പൂപ്പൽ വരാം. അത് ശ്വസിക്കുന്നവരുടെ ശ്വാസകോശ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പിന്നെ ഏറ്റവും പ്രധാനം കൊതുക് തിരി, അതേപോലെ ചന്ദനത്തിരി, അങ്ങനെ അത് കത്തിക്കുക. പ്രത്യേകിച്ച് നമ്മൾ പൂജാമുറിയിലൊക്കെ ചെറിയ റൂമായിരിക്കും, വെന്റിലേഷൻ ഉണ്ടാവില്ല. ചന്ദനത്തിരിയും കത്തിച്ച് നമ്മൾ അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ അത് ശരിക്കും ഒരു നമ്മൾ പുറത്തിറങ്ങി പൊല്യൂട്ടഡ് എയർ ശ്വസിക്കുന്നതിന് ഈക്വൽ തന്നെയാണ്. അവിടെ ഉണ്ടാവുന്ന അതേ ഇമ്പാക്ട് നമുക്ക് ഇവിടെയും ഉണ്ടാകും. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നന്നായിട്ട് വീട് വെന്റിലേഷൻ ഉണ്ടാവും ശ്രദ്ധിക്കുക. അടഞ്ഞു കിടക്കുന്ന റൂമുകളിൽ പൊടി അടിക്കാതെ നോക്കുക. AC ഉള്ള റൂമുകളാണെങ്കിൽ AC യുടെ ഫിൽറ്റർ സമയാസമയത്തിന് ക്ലീൻ ചെയ്യുക. അതിന്റെ പ്രോപ്പർ മെയിൻ്റനൻസ് കാര്യങ്ങൾ ചെയ്യുക. എയർ കൂളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലെ വെള്ളം കൃത്യസമയത്ത് മാറ്റുക. ചന്ദനത്തിരി കാര്യങ്ങൾ അടഞ്ഞു കിടക്കുന്ന റൂമിൽ പ്രത്യേകിച്ച് രാത്രി ഉറങ്ങുമ്പോൾ കത്തിക്കാതിരിക്കുക. അതൊരു വലിയ പ്രോബ്ലമാണ്. ഡോക്ടർ, ലങ് റിലേറ്റഡ് ഡിസീസുകളെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ അർബൻ വേഴ്സസ് റൂറൽ ലൈഫ് സ്റ്റൈലും കൂടി നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് നഗരജീവിതവും ഗ്രാമജീവിതവും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടല്ലേ. അതുകൊണ്ട് തന്നെ ഈ ലങ് റിലേറ്റഡ് ഡിസീസുകളിൽ എന്തെങ്കിലും ഡിഫറെന്റ് പാറ്റേൺസ് ശ്രദ്ധിക്കാറുണ്ടോ? അങ്ങനെ വ്യത്യാസം ഉണ്ട്. പക്ഷെ ഇപ്പം COPD എടുക്കുവാണെങ്കിൽ നഗരത്തിൽ അത് കൂടുതലും എയർ പൊല്യൂഷൻ അല്ലെങ്കിൽ സിഗരറ്റ് സ്മോക്കിംഗ് അതുകൊണ്ടാവാം വരുന്നത്. പക്ഷെ ഗ്രാമങ്ങളിൽ നോക്കുവാണെങ്കിൽ മെയിനായിട്ടും ഈ ബയോമാസ് ഫ്യൂൽ എന്ന് പറയും, അതായത് വിറകടുപ്പുകൾ കണ്ടിന്യൂസ് ഉപയോഗിക്കുക. അതേപോലെ കൂടുതൽ പേരും കൃഷിയിടങ്ങളിൽ പണിയെടുക്കുന്നവരായിരിക്കും. അതിലെ കെമിക്കൽസ്, അതിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ ഈ വൈക്കോലൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുന്നത്, അതൊക്കെ അതുകൊണ്ടായിരിക്കും അവരുടെ പ്രശ്നങ്ങൾ വരുന്നത്. എൻഡ് ഓഫ് ദി ഡേ അസുഖം ഉണ്ടാവും, പക്ഷെ അതിനുള്ള കാരണങ്ങൾ പലതായിരിക്കും. പിന്നെ കൂടുതലും അലർജി റിലേറ്റഡ് കാര്യങ്ങൾ നഗരങ്ങളിലാണ് നമ്മൾ കാണുന്നത്. ഔട്ട്ഡോറിൽ അത് റൂറൽ ഏരിയാസിലുള്ളവർ, പ്രത്യേകിച്ച് കുട്ടികൾ, അവർ കളിച്ച് വളരുന്നതെല്ലാം ഔട്ട്ഡോറിലായിരിക്കും. കുറച്ചുകൂടെ ബെറ്റർ ഇമ്മ്യൂണിറ്റി അവർക്ക്
പല സ്റ്റഡീസിലും അങ്ങനെ കാണാറുണ്ട്. റൂറൽ ഏരിയാസിൽ അലർജിയുടെ ഒരു ഇമ്പാക്ട് കുറവും അർബൻ ഏരിയാസിൽ ഒരു പ്രൊട്ടക്റ്റഡ് എൻവയൺമെന്റിൽ താമസിക്കുമ്പോൾ കൂടുതലായിട്ടും കാണാറുണ്ട്. സാധാരണക്കാര് പലപ്പോഴും അവഗണിക്കുന്ന ശ്വാസകോശ ആരോഗ്യത്തിലെ ചില മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? പ്രധാനമായും പറയുന്നത് ചുമ. അത് 2 ആഴ്ചയിൽ നീണ്ടു നിൽക്കുന്ന ചുമ. അത് ഡ്രൈ കഫ് ആയാലും പ്രൊഡക്റ്റീവ് കഫ് ആയാലും 2 ആഴ്ചയിൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഫർദർ എക്സാമിനേഷൻ വേണം. അതേപോലെ നല്ല മഞ്ഞ കളറുള്ള ഫൗൾ സ്മെല്ലിംഗ് ആയിട്ടുള്ള വളരെ അധികം സ്മെല്ലുള്ള കഫം വലിയ എമൗണ്ടിൽ വരിക, അതിനുള്ള ട്രീറ്റ്മെന്റും ചെക്കപ്പുകളും വേണം. അതേപോലെ ചുമയ്ക്കുമ്പോൾ അതിൽ ബ്ലഡ് കാണുക. അത് ഒരു തവണയാണെങ്കിൽ പോലും ഉടനെ അതിന്റെ ട്രീറ്റ്മെന്റ് തേടുക. അപ്പം ശ്വാസകോശത്തിന്റെ രോഗത്തിന്റെ പാർട്ടായിരിക്കും, പക്ഷെ വരുന്നത് നമുക്ക് ഒരു കാരണമില്ലാതെ വെയിറ്റ് കുറയുക, ഒരു കാര്യമില്ലാതെ വിശപ്പില്ലായ്മ വരിക, അമിതമായ ക്ഷീണം, ഇതിനെല്ലാം ശ്വാസകോശ രോഗത്തിന്റെ ഒരു പാർട്ടായിരിക്കും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം അതേപോലെ ചെറിയ 1-2 സ്റ്റെപ്പ് വെക്കുമ്പോൾ തന്നെ ശ്വാസം മുട്ടുക, ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ബ്രഷിങ് ആയാലും ടോയ്ലറ്റിൽ പോവുക, കുളിക്കുക, അതൊന്നും പറ്റാതിരിക്കുക, കാലിൽ കാരണമില്ലാതെ നീര് വരിക, ശ്വാസം മുട്ടിന്റെ കൂടെ നീരും കൂടെ വന്നു കഴിഞ്ഞാൽ അതെല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് മെഡിക്കൽ അറ്റൻഷൻ വേണ്ടുന്ന കാര്യങ്ങളാണ്. ഡോക്ടർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ചുവടുകൾ വെക്കുമ്പോഴത്തേക്കും നമുക്ക് ശ്വാസം മുട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതിനെ പറ്റി. ഇപ്പൊ സാധാരണയായിട്ട് ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് നമ്മൾ ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ കേൾക്കുന്ന ആള് പറയാറുണ്ട് അത് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അൺഫിറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശ്വാസ തടസ്സം അനുഭവപ്പെടുന്നത്. ഒന്ന് എക്സസൈസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റെഡിയാവും എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. പക്ഷെ ഏത് സാഹചര്യത്തിലാണ് ഡോക്ടർ ഇതൊരു മെഡിക്കൽ പ്രശ്നമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അത് എത്രത്തോളം നമ്മുടെ ഹെൽത്തിനെ ബാഡ് ആയിട്ട് അഫക്ട് ചെയ്യും എന്ന് മനസ്സിലാക്കേണ്ടത്? ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടുതലും ഒരു 15 തൊട്ട് 20 വയസ്സുള്ളവരാണ് കൂടുതലും ഇതിൽ ഈ ഇഗ്നോറന്റ് പാർട്ട് കാണുന്നത്. പലർക്കും ചിലപ്പോൾ അണ്ടർലൈങ് ആസ്മയോ അലർജിയോ ബ്രോങ്കൈറ്റിസോ എന്തെങ്കിലും ഉണ്ടാവാം. പക്ഷെ നടക്കുമ്പോൾ ചെറിയ ശ്വാസമുട്ടായിട്ട് പലരും അതിന് വർഷങ്ങളായി അത് ഇഗ്നോർ ചെയ്ത് അതൊരു മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോഴാണ് അവർ ഡയഗ്നോസിലോട്ട് എത്തുന്നത്. ചോദിച്ചു വരുമ്പോഴായിരിക്കും പണ്ടേ തൊട്ടേ ഇങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പം ശ്രദ്ധിക്കേണ്ടത് പതിവില്ലാത്ത രീതിയിലുള്ള ശ്വാസമുട്ട് തന്നെ നമ്മൾ പല കാറ്റഗറി വെച്ച് നിൽക്കുന്ന ദൂരവും കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഒരു 100 മീറ്റർ നടക്കുമ്പം നിൽക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ സ്വന്തം ഏജിൽ ആൾക്കാരുടെ കൂടെ ഇപ്പോൾ നടന്നെത്താൻ പറ്റണില്ല, ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് ഓഫ് സ്റ്റേഴ്സ് കയറുമ്പോൾ തന്നെ കിതയ്ക്കുന്നു, അമിതമായി വിയർക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അതല്ലെങ്കിൽ ഓരോ ദിവസം കൂടുന്തോറും ശ്വാസമുട്ടിന്റെ തോത് കൂടി വരുന്നു. ഈ ശ്വാസമുട്ടിന്റെ കൂടെ രാത്രി നെഞ്ചിന് ഒരു വിസിലിംഗ് സൗണ്ട് വരിക, നെഞ്ചിലൊരു വെയിറ്റ് ഭാരം ഫീൽ ചെയ്യുക, കൂടെ ചുമ, നിരന്തരമായ ചുമ, അതൊക്കെ ഉണ്ട്. നിങ്ങൾ ഒരിക്കലും ഇതൊന്നും ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഡോക്ടർ നമ്മൾ ഒക്യുപേഷണൽ റിസ്കുകളെ പറ്റി സംസാരിച്ചിരുന്നു. അതായത് തൊഴിൽ മേഖലയിൽ നിന്ന് നമുക്ക് നമ്മുടെ ശ്വാസകോശത്തിന് ഏൽക്കാൻ സാധ്യതയുള്ള ചില പ്രശ്നങ്ങളെ പറ്റി. ഇപ്പൊ പൊടിയായിട്ടും കെമിക്കൽസ് ആയിട്ടും അല്ലെങ്കിൽ അടുക്കള പുക പോലും നമ്മുടെ ശ്വാസകോശത്തെ അപകടാവസ്ഥയിലാക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ ഈ ഒക്യുപേഷണൽ റിസ്കുകൾ തടയാനായിട്ട് ഏതൊക്കെ രീതിയിൽ നമുക്ക് മുൻകരുതലുകൾ എടുക്കാനായിട്ട് സാധിക്കും? അമ്മമാരോട് പറയുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വിറകടുപ്പ് ഉപയോഗിക്കരുത്. ഒരിക്കലും ആർക്കും അതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവാറില്ല. അതും 1-2 വർഷം കൊണ്ടൊന്നും ഉണ്ടാവില്ല. വർഷങ്ങളോളം ഈ പുക തട്ടി ശരിക്കും ഒരു സ്മോക്കറിന്റെ ലങ് പോലെ ആകും ഇവരുടേത്. ഒരു പുക വലിക്കുന്ന ഒരു വ്യക്തിക്ക് വരുന്ന എല്ലാ ഡാമേജുകളും ഇൻക്ലൂഡിങ് ക്യാൻസർ വരെയും ഇവർക്കും അതിന്റെ റിസ്ക് ഉണ്ട്. പക്ഷെ പലരും അതിന്റെ ദൂഷ്യഫലം ഒരു 10-20 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും റിയലൈസ് ചെയ്യുന്നത്. അപ്പം ആരായാലും വിറകടുപ്പ് ഉപയോഗിക്കാതിരിക്കുക. ഉപയോഗിക്കണം നിർബന്ധമാണെങ്കിൽ പുകയില്ലാത്ത അടുപ്പുകൾ ഉപയോഗിക്കുക. പ്രോപ്പർ വെന്റിലേഷൻ, ചിമ്മിനി ഉപയോഗിക്കുക. മാക്സിമം ഗ്യാസിൽ തന്നെ കുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഓരോ ഫീൽഡിലും ഇപ്പൊ മൈനേഴ്സ് ആയാലും ഇപ്പൊ ക്വാറിയിൽ വർക്ക് ചെയ്യുന്നവരായാലും എല്ലാവർക്കും ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, ഇന്ന പ്രൊട്ടക്റ്റീവ് മാസ്ക് ഉപയോഗിക്കണം, ഹെൽത്ത് ചെക്കപ്പ് ഇപ്പോൾ 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോൾ ഇതെല്ലാം അവർ പാലിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ പലരും അത് ചെയ്യാറില്ല. ആ ഒരു ഗൈഡ് ലൈൻ ആരും ഫോളോ ചെയ്യാറില്ല. അറ്റ്ലീസ്റ്റ് ഒരു പ്രോപ്പർ ഹെൽത്ത് ചെക്കപ്പ് എല്ലാ വർഷവും നടത്തുക. എന്തെങ്കിലും റെക്കറന്റ് ആയിട്ടുള്ള ചുമയോ കാര്യങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടാവുകയാണെങ്കിൽ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുക. അതെല്ലാം പ്രധാനമാണ്. അതുപോലെ നമ്മൾ ഏജ് കാറ്റഗറിനെ വെച്ച് നോക്കുവാണെങ്കിൽ കുട്ടികളിലാണ് കൂടുതലായിട്ടും അലർജി, ആസ്മ പോലുള്ള രോഗങ്ങൾ നമ്മൾ കണ്ടുവരുന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ അവർക്ക് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പാരന്റ്സ് ഏത് രീതിയിലാണ് മുൻകരുതലുകൾ എടുക്കേണ്ടത്? അലർജി, ആസ്മ എന്ന് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 90% ഒരു ജനറ്റിക് ഡിസീസ് ആണ്. അപ്പൊ ഫാമിലിയിൽ ഹിസ്റ്ററി എടുത്ത് പോകുമ്പോൾ
പലർക്കും ഉണ്ടാവും. നല്ല സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി തന്നെ ഉണ്ടാകും. ശ്രദ്ധിക്കേണ്ടത് അത് വേഴ്സൺ ആവാതിരിക്കുക എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റഡി തന്നെ നടന്നിട്ടുണ്ട്. അതായത് അർബൻ ഏരിയാസിൽ വളരെ പ്രൊട്ടക്റ്റഡ് എൻവയൺമെന്റിൽ കുഞ്ഞിലെ തൊട്ടേ യാതൊരു പൊടിയും പുകയും തട്ടാതെ ഇങ്ങനെ നമ്മൾ കൊണ്ട് നടക്കുമ്പോൾ കുഞ്ഞിനെയുള്ള ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ ഒരു ഡിലേ ഉണ്ട്. അവർക്ക് പെട്ടെന്ന് ഓവർ ഹൈപ്പർ റിയാക്ഷൻ വരുന്നത് കാണാറുണ്ട് അലർജൻസിനോട്. പക്ഷെ അർബൻ ഏരിയാസിൽ ഔട്ട്ഡോർ കളിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ബെറ്റർ ഇമ്മ്യൂണിറ്റി വരുന്നതും അതേപോലെ ആസ്മയുടെ അവരുടെ സിവിയറിറ്റി കുറയുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ പൊള്യൂട്ടൻസിൽ പോകണമെന്നല്ല, മാക്സിമം ഔട്ട്ഡോർ പ്ലേ അലോ ചെയ്യുക. പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത് ചെക്കപ്സ്, വാക്സിനേഷൻ തീർച്ചയായും കുട്ടികൾക്ക് വേണം. റെക്കറന്റ് ആയിട്ട് ചെസ്റ്റ് ഇൻഫെക്ഷൻ വരുന്നത് തന്നെ ലങ്ങിന്റെ ഡെവലപ്മെന്റിനെ വളരെയധികം ബാധിക്കും. അപ്പോൾ കുട്ടികൾക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻസ് വരാതെ നോക്കുക, കൃത്യമായിട്ടുള്ള സമയാസമയമുള്ള വാക്സിനേഷനുകൾ ചെയ്യുക, അതേപോലെ ഔട്ട്ഡോർ പ്ലേ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ നോക്കുവാണെങ്കിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്ത്രീകളിലെ ശ്വാസകോശ പ്രശ്നങ്ങൾ പൊതുവെ കുറവാണ് എന്നുള്ള രീതിയിലാണ് കാണാറുള്ളത്. എങ്കിൽ പോലും ഇപ്പോൾ ഈ പറഞ്ഞ പോലുള്ള ഒക്യുപേഷണൽ റിസ്കുകളൊക്കെ വെച്ചുകൊണ്ട് തന്നെ സ്ത്രീകളിൽ ഇപ്പോൾ ശ്വാസകോശ പ്രശ്നങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈ രോഗലക്ഷണങ്ങൾ പലപ്പോഴും അവര് അവഗണിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവരോട് എന്താണ് ഡോക്ടർ പറയാനുള്ളത്? ജെൻഡർ ഡിഫറൻസസ് പല അസുഖങ്ങൾക്കും ഉണ്ട്, ലങ്ങിന് മാത്രമേ കാര്യങ്ങളുണ്ട്. എന്നിരുന്നാലും സ്ത്രീകൾ നേരത്തെ പറഞ്ഞതുപോലെ വിറകടുപ്പ്, അടച്ചിട്ട വീടുകളിൽ വെന്റിലേഷൻ ഇല്ലാതിരിക്കുക, പൂജാമുറികളിൽ സമയം ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നവർ, അതെല്ലാം അവർക്ക് പ്രോബ്ലമാണ്. പിന്നെ പലരും സ്ത്രീകൾക്ക് പൊതുവേ ഉള്ള ആറ്റിറ്റ്യൂഡ് ആണെന്ന് തോന്നുന്നു, ഇത് സിംറ്റംസ് ഇഗ്നോർ ചെയ്യുക, മറ്റുള്ളവരെ ടേക്ക് കെയർ ചെയ്ത് അവരുടെ സ്വന്തം സിംറ്റംസ് ഒരു പരിധി കഴിയുമ്പോഴേ അവർ അഡ്രസ്സ് ചെയ്യാറുള്ളൂ. പിന്നെ ശ്വാസകോശ രോഗങ്ങൾ നോക്കുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ COPD അളവ് ഒരു 60-70 ഉള്ള സ്ത്രീകൾക്ക് മിക്കവർക്കും ഉണ്ട്. അവർ പണ്ട് തൊട്ടേ ഉള്ള അവരുടെ വിറകടുപ്പ് ശീലം അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട്. അവർക്ക് വളരെ വേഴ്സണായിട്ട് കാണാറുണ്ട്. അതേപോലെ തന്നെ വാദസംബന്ധമായ രോഗങ്ങൾ, പല വാദസംബന്ധമായ രോഗങ്ങളും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസും SLEയും പോലെ പല രോഗങ്ങളും മേ ബി ചിലപ്പോൾ ലങ്ങിലായിരിക്കും ഫസ്റ്റ് കാണുന്നത്. അതിന്റെ തോത് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലായിരിക്കും. അതും നിർത്താതെയുള്ള ഡ്രൈ ആയിട്ടുള്ള കഫായിരിക്കും ആകെയുള്ള സിംറ്റം. പിന്നെ അത് ശ്വാസം മുട്ടിലോട്ട് പോകും. പലരും ഈ ചുമയ്ക്ക് കഫ് സിറപ്പ് വാങ്ങിച്ചു കുടിച്ച് അതിനെ സപ്രസ് ചെയ്യാൻ നോക്കും. അത് ശ്വാസം മുട്ടിലോട്ട് എത്തി പ്രോഗ്രസ് ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ അടുത്ത് എത്തുന്നത്. ഇപ്പൊ ഈ ഒരു പൾമണോളജിയിൽ ഒരുപാട് പുതിയ ചികിത്സാ രീതികളും സാങ്കേതിക വിദ്യകളും ഒക്കെ വന്നിട്ടുണ്ടല്ലേ? അപ്പൊ ഡോക്ടറിനെ ഇതിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്തിട്ടുള്ള ഡയഗ്നോസിസും അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് പ്രോസസ്സുകൾ ഏതൊക്കെയാണ്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാടുണ്ട്. നമ്മൾ ബേസിക് ആയിട്ടുള്ള ലങ് ഫംഗ്ഷൻ ടെസ്റ്റുകൾ തൊട്ട് ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള, അതായത് ബയോപ്സി എടുക്കാനുള്ള EBUS, അതേപോലെ ക്രയോബയോപ്സി, അങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട്, ഈവൻ ലങ് ട്രാൻസ്പ്ലാന്റ് പോലും കുറെ കൂടെ എല്ലാവർക്കും ഒരു പരിചിതമായി വരുവാണ്. മുൻപ് റെയറായിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു കോമൺ ആയിട്ട് ഒരു സെന്ററിൽ ഒരു 1, 2, 3 ട്രാൻസ്പ്ലാന്റ് ഒരു മാസം നടക്കുന്ന സെന്റേഴ്സും ഉണ്ട്. അപ്പൊ അത്രയും അധികം ഡെവലപ്മെന്റ് ഈ ഏരിയയിൽ വന്നിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ നമുക്കൊരു സിംറ്റം ഉണ്ട് എന്നുണ്ടെങ്കിൽ കറക്റ്റ് ഡയഗ്നോസിസ്, അത് മിസ്സാവാതെ കൃത്യമായി കണ്ടുപിടിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ബേസ് ലൈൻ എന്ന് പറയുന്നത് PFT ആണ്. ഇപ്പൊ PFT പലർക്കും അത് ഊതാൻ ബുദ്ധിമുട്ടായിരിക്കും, ഒരു എഫേർട്ട് എടുത്ത് ബ്ലോ ചെയ്യണം. അങ്ങനെയുള്ളവർക്ക് എഫേർട്ടി ഉണ്ട്. അപ്പൊ അവർ എഫേർട്ട് വേണ്ട, വെറുതെ ബ്രീത്ത് ചെയ്താൽ മതി, ലങ് ഫംഗ്ഷൻ ഫുള്ള് നമുക്ക് അറിയാൻ പറ്റും. അതൊക്കെ പുതിയ പുതിയ ഇന്നോവേഷൻസ് ആണ്. അതേപോലെ ലങ് ക്യാൻസറിന്റെ ചെറിയ ഒരു നോഡ്യൂൾ ഉണ്ടെങ്കിൽ പോലും, പണ്ടൊക്കെ ഒരു വലിയൊരു മാസ് ലീഷൻ ഒരു 3-4 സെന്റിമീറ്റർ ഒക്കെ വലുതായാലേ നമുക്കൊരു ബയോപ്സി പോലെ എടുക്കാനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ 2-3 മില്ലിമീറ്റർ ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് ബയോപ്സി എടുത്ത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പല സെനറിയോസും ഉണ്ട്. ഒരുപാട് അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റും അതേപോലെ ഡയഗ്നോസ്റ്റിക് മൊഡാലിറ്റീസ് അവൈലബിൾ ആണ്. ഡോക്ടർ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വർഷത്തെ വേൾഡ് ലങ്സ് ഡേയുടെ തീം എന്ന് പറയുന്നത് ഹെൽത്തി ലങ്സ് ഹെൽത്തി ലൈഫ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം തൊട്ട് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ലിസണേഴ്സിൽ ആരെങ്കിലും ഒരാള് ഇന്ന് തൊട്ടൊരു തീരുമാനം എടുക്കുകയാണ്, ഞാൻ എന്റെ ലങ്സിന്റെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പോവുകയാണ് എന്ന്. അങ്ങനെ തീരുമാനം എടുക്കുന്നവർക്ക് കൊടുക്കാനായിട്ട് പറ്റുന്ന 3 സിമ്പിൾ ടിപ്സ് എന്താണ് ഫോർ ഹെൽത്തി ലങ്സ്? ഏറ്റവും പ്രധാനം സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക. എയർ പൊല്യൂഷൻ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ക്ലീൻ എയർ, ക്ലീൻ എൻവയൺമെന്റ് മാക്സിമം അതിൽ തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം പ്രോപ്പർ ആയിട്ടുള്ള വ്യായാമം. അത് വളരെയധികം പ്രധാനമാണ്. ഇപ്പോഴെന്നുള്ള ലൈഫ് ലോങ് നമുക്ക് വേണ്ടുന്നതാണ്. ചിട്ടയായിട്ടുള്ള വ്യായാമം, ചിട്ടയായിട്ടുള്ള ഭക്ഷണ രീതി, പ്രോട്ടീൻ അധികം കഴിക്കുക, ഫൈബർ കഴിക്കുക, കാർബോഹൈഡ്രേറ്റും ഒരു മിതമായ രീതിയിൽ പോവുക. മൂന്നാമത്തെ കാര്യം റെഗുലർ ആയിട്ടുള്ള ചെക്കപ്സ്, റെഗുലർ ആയിട്ടുള്ള വാക്സിനേഷൻ തൊട്ടടുത്ത് തന്നെ അവൈലബിൾ ആണ്. പണ്ട് മെയിൻ സിറ്റീസിൽ പോയാലും മാത്രമേ കിട്ടുള്ളായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാം നമ്മുടെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലുണ്ട്. എന്തെങ്കിലും സിംറ്റം ഉണ്ടെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്യാതെ അപ്പോൾ തന്നെ അതിനെ ഒരു ഡയഗ്നോസോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ചെക്കപ്പോ നടത്തുന്നത് നല്ലതാണ്. അപ്പൊ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ലിസണേഴ്സ് ഉണ്ട്. അപ്പം ഈ ഒരു വേൾഡ് ലങ്സ് ഡേയിൽ അവരോട് എന്താ പറയാനായിട്ടുള്ളത്? ഇനി അവരുടെ ലൈഫിൽ മുഴുവൻ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ്. ഏറ്റവും പ്രധാനം ശ്വാസകോശത്തിന്റെ ആരോഗ്യത്തിനെ കീപ്പ് ചെയ്യുക.
പലരും ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ഒരു ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അത് പേടിച്ചിട്ട് ഒരു ചെസ്റ്റ് പെയിൻ വന്നാൽ ഉടനെ പോകും ഹോസ്പിറ്റലിൽ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു കാലിൽ കയ്യിൽ ഒരു മുട്ടുവേദനയോ അങ്ങനെ ഉടനെ പോകും. പക്ഷെ ചുമയും ശ്വാസമുട്ടും മാസങ്ങളോളം വെച്ച് അതൊരു നമുക്ക് സഹിക്കാൻ പറ്റാതാവുമ്പോഴേ പലരും വരാറുള്ളൂ. പക്ഷെ അപ്പോഴേക്കും ഒരുപാട് മോശമായിട്ടുണ്ടാവും. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ സിംറ്റംസിനെ ഇഗ്നോർ ചെയ്യാതിരിക്കുക. നമ്മളുടെ ശരീരത്തിനെ, നമ്മുടെ ശ്വാസകോശത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ ലങ്സിനെ എങ്ങനെയൊക്കെ നമുക്ക് ഹാപ്പി ആക്കി വെക്കാമെന്ന് നമ്മുടെ ലിസണേഴ്സിന് പറഞ്ഞു തന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആരോഗ്യകരമായിട്ടുള്ള ശ്വാസകോശങ്ങള് ഒരു ആരോഗ്യകരമായ ജീവിതത്തിന്റെ അടിത്തറയാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ദിവസം തന്നെയാണ് വേൾഡ് ലങ് ഡേ. അപ്പൊ ജീവിതശൈലിയിലെ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ പോലും വലിയൊരു ആരോഗ്യ നേട്ടം നേടാനാകുമെന്ന് ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ ലങ്സിനെയും സംരക്ഷിക്കാം, അതിനുവേണ്ടി ജീവിതശൈലിയിൽ ഒരുപാട് മാറ്റങ്ങൾ സ്വീകരിക്കാം എന്നുള്ളൊരു തീരുമാനം നമുക്ക് എല്ലാവർക്കും എടുക്കാനായിട്ട് സാധിക്കട്ടെ. ഈ വർഷത്തെ തീം ആരും മറക്കാതിരിക്കുക, ഹെൽത്തി ലങ്സ് ഹെൽത്തി ലൈഫ്. നമ്മളുടെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ലൗഡ് സ്പീക്കറിന്റെ മറ്റൊരു അധ്യായത്തിൽ കേൾക്കുന്നത് വരെ ഇറ്റ്സ് മീ ആർജെ ഏലിക്കുട്ടി സൈനിങ് ഓഫ്. നാളെയുടെ കരുത്ത് ഇന്നത്തെ ആരോഗ്യമാണ്. ലൗഡ് സ്പീക്കറിൽ കേൾക്കാം ഹെൽത്തി ടിപ്സ് എല്ലാ ചൊവ്വാഴ്ചയും ഉച്ച കഴിഞ്ഞ് 2 മണി മുതൽ 4 മണി വരെ ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.